സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാട്ടിലേക്ക് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളെല്ലാവരും മഴ ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആർക്കധികം പുറത്തേക്കൊന്നും പോകാനും പറ്റണില്ലല്ലോ. അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണ ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വേറെ പലതരത്തിലുള്ള മുറുക്കുകളുടെ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ മുറുക്കല്ല. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് 2 കൂട്ടം സാധനങ്ങൾ വേണ്ടത് അരിപ്പൊടിയും വേണം, കുറച്ച് കടലയും വേണം. നാട്ടിൽ നിങ്ങളുടെ മിക്കവാറും വീട്ടിൽ നമ്മുടെ കിറ്റ് കിട്ടിയേക്കണ കടല ഇരിക്കുന്നുണ്ടാവുമല്ലോ. ആ കടല എടുക്കുക, അല്ലെങ്കിൽ ഏത് കടലയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കാം. നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ്റെ അടുത്ത് കടല ഇപ്പോഴും കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കടല വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടലയും വേണം, മുഴുവനായിട്ടുള്ള കടലയും വേണം, അരിപ്പൊടിയും വേണം. അത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത് വേണ്ടത്. പിന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മാത്രം. അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മുറുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പി ആയിരുന്നു. അതായിരുന്നാലും നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഊണാണ്. അതിൽ സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്നത് ഒരു പപ്പടം താളിച്ചത്. അത് നല്ല സൂപ്പറായിട്ട്. പക്ഷേ പപ്പടം അതിനകത്ത് ചേർക്കുമ്പോൾ കുറേ പപ്പടം ചേർക്കരുത്. അപ്പോൾ അത് നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടിരിക്കും. അതിനെ കുറച്ച് ഇങ്ങനെ ഒരു ചാറ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വീക്കെൻഡ് വ്ളോഗിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കെൻഡ് വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും വേണ്ടിയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഈ നമുക്കൊരു സമയങ്ങൾ തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കാം. സ്നാക്ക് റെസിപ്പി അല്ല, മുറുക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ എങ്ങനത്തെ അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അതിപ്പോൾ മെഷീൻ കപ്പിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുത്താൽ മതി. അപ്പോൾ ആ ഗ്ലാസ്സിലായിരിക്കണം പിന്നെ കടലയുടെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പത്തിരി ഉണ്ടാക്കുന്നതോ പുട്ടുണ്ടാക്കുന്നതോ ഇടിയപ്പം ഉണ്ടാക്കുന്നതോ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കടല ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ കടല പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മിക്സിയിൽ കുഞ്ഞ് ജാറുണ്ടല്ലോ, ആ ജാറിൽ വെച്ചിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ അടിയിൽ പോയിട്ട് ഇത് പൊടിയില്ല. ആ ബ്ലേഡിൻ്റെ അടിയിൽ സ്റ്റക്കായിട്ട് എടുക്കും. സാധാരണ മറ്റേ വലിയ ചാറുണ്ടല്ലോ, ആ ചാറിൽ വെച്ചിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കടല പൊടിച്ചിട്ട് വേറൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സി പൊട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്സി പൊട്ടുമൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ സമയമൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് 1-2-3 ലിറ്റർ ഒന്ന് കറക്കി വരുമ്പോഴേക്കും കടല പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കടല ഫസ്റ്റ് പൊടിച്ചിട്ടെടുക്കുക. അത് മാത്രമാണ് ഇതിനകത്തൊരു പണിയുള്ളത്. പിന്നെ എല്ലാം കൂടിയിട്ടാണ് കുഴയ്ക്കുക, സേവനാളിയിലിടുക, ചിറ്റിക്കുക, മുറുക്കുണ്ടാക്കുക, അത്രയൊക്കെ ഉള്ളൂ പണി. അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിന് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി കടല പൊടിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴുകിയില്ല. ഇതിലേക്ക് 1 കപ്പ് കടല ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെയിലുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടലയുടെ ഉള്ളിലേക്ക് കഴുകുമ്പോഴേക്കും വെള്ളമൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് നനവ് ഒരു തുണിയിട്ടിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ കടല പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുറുക്കിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി, അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കടല നല്ല പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു തരി പോലെ ഇടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതൊന്നിനും കറക്റ്റ് ഒരു അളവില്ല. ഇത് ഞാൻ 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അല്ലാതെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ. പിന്നെ കുറച്ച് അയമോദകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്വൈൻ. ഇത് നല്ലൊരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന് നല്ലൊരു മണമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എള്ള് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവ് ഒരു പൊട്ടിക്കൊന്ന് കൂടിയെന്നോട്ടെ കേട്ടോ. ഇത് മുറുക്കിന് ടേസ്റ്റ് കൊടുക്കുക. അത് പറഞ്ഞിട്ട് ഉള്ള ഉപ്പ് കൊണ്ടിട്ടുണ്ട്.
ഇതെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അയമോദകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അയമോദകം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട്. സാധാരണ നിങ്ങൾ എന്ത് ടൈപ്പ് മുറുക്ക് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അയമോദകം ചേർത്തോ. നല്ല ഒരു അതിങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഭയങ്കര കുഞ്ഞൊരു സാധനമാണ്. പക്ഷെ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമ്മുടെ നാട്ടിലേക്ക് ശരിക്കും കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് മുറുക്കിൻ്റെ ഷേപ്പ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ്ചറായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈ സെയിം മിക്സിങ്ങനെ വെച്ചിട്ട് മിക്സ്ചറായിട്ട് ഉണ്ടാക്കാം. ചെറിയ നമ്മുടെ അതിനകത്ത് സേവനാടിയിൽ ചെറിയ ചെറിയ ഓട്ടയുള്ളതുണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് മിക്സ്ചർ ഉണ്ടാക്കാം. എന്നിട്ട് കപ്പലണ്ടിക്ക് വറുത്തിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ പക്കവട ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷെ അത് സേവനാടിലിട്ട് ചിറ്റിക്കുമ്പോൾ പക്കവടയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് നേരിട്ട് ചിറ്റിക്കണമല്ലോ. അപ്പോൾ അത് ചിറ്റിച്ചിട്ട് എടുക്കുമ്പോൾ എനിക്കത് കുറച്ച് പാട് പോലെ തോന്നി. അപ്പോൾ മുറുക്കാകുമ്പോൾ നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ചിറ്റിച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓയിലിലേക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുറുക്ക് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. മുറുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറുക്ക് ഉണ്ടാക്കാം, പക്കവട വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കവട ഉണ്ടാക്കാം, മിക്സ്ചർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ്ചർ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കായി കുഴച്ചിട്ട് എടുക്കില്ല, അതേപോലെ കുഴച്ചിട്ട് എടുക്കണം. ഭയങ്കര എന്താ പറയുക, ചപ്പാത്തിയിൽ അത്രയ്ക്കാണ്ട് ലൂസായിട്ട് വേണ്ട. പിന്നെ നമ്മൾ ഇത് ചിറ്റിക്കണ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും പറയുന്ന ഒരു പരാതിയും ചിറ്റിക്കണ സമയത്ത് ചില സമയത്ത് വിട്ട് പോണതിൻ്റെ ഒരു കാരണം അതിനകത്ത് വെള്ളം കൂടിയിട്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ പൊടിക്ക് പശയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. പക്ഷേ ഇതെന്തായാലും പൊടിക്ക് പശയില്ലാണ്ട് ഇരിക്കില്ല. കാരണം ഇതിലേക്ക് നമ്മൾ കടല പൊടിച്ചിട്ട് ചേർത്തിട്ടല്ലോ. ഇത് കടലപ്പൊടിക്ക് നല്ല പശുമുള്ള സാധനമാണ്. അപ്പോൾ വിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് പൊടി കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതെപ്പോൾ മുറുക്കുണ്ടാക്കുമ്പോഴായിരുന്നാലും നിങ്ങൾ അതേപോലെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇത്രയും കടലയില്ല, കുറച്ച് കടല കുറവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 1.5 കപ്പ് അരിപ്പൊടിക്ക് ഒരു 3/4 കപ്പ് കടലയായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് എടുക്കുന്ന പോലെ അത്രയ്ക്ക് ഞങ്ങൾക്ക് സ്മൂത്തായിട്ട് ഇരിക്കില്ല കേട്ടോ. കുറച്ച് ഹാർഡായിട്ടിരിക്കും. കാരണം കടലപ്പൊടിയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ ഇങ്ങനെ ചിറ്റിക്കുന്ന സമയത്ത് ഇങ്ങനെ വിട്ട് പോരും. പക്ഷേ വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവനാഴിയിൽ ഇട്ടിട്ട് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം കൂടുതൽ ചേർത്തിട്ട് മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറേ നേരമായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് മേറ്റിട്ട് കുഴക്കുന്നതിന് കുറച്ചും കൂടി എളുപ്പം. പാത്രത്തിലാകുമ്പോൾ അതിനുള്ള വലിയ പാത്രമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതാ, അപ്പം ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് സേവനാഴിലിട്ടിട്ട് ഒന്ന് ചിറ്റിച്ച് നോക്കാം. ശരിയായിട്ട് വരണുണ്ടോ എന്ന് നോക്കാം. ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ആദ്യത്തെ പ്രാവശ്യം നിറയ്ക്കണ്ട, കുറച്ച് നിറച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് നോക്കാം കറക്റ്റായിട്ട് വരണുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഉള്ള കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചിറ്റിച്ച് നിറട്ടെ. ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഇന്ന് രാവിലെ ആയിരുന്നു റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് മനസ്സിലായ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓൾറെഡി ഇതാ ഇത് കഴുകിയിട്ടില്ല ഞാൻ. ഇനിയിപ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയ മുറുക്കാട്ടത്. ഇത് വലിയ മുറുക്കായിരുന്നു. ഞാനത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ മുറുക്ക്. ഞാനിവിടെ കുറച്ച് ചിറ്റിച്ച് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ചിറ്റിച്ചിട്ട് നേരത്തെ കൂട്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് ഞാനിപ്പോൾ ഒരു 2 ട്രിപ്പിനുള്ളത് ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൊഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം എടുക്കില്ല. അപ്പോൾ ആ സമയത്തിന് ഉള്ളിൽ നമ്മൾ കുറേശ്ശെ അങ്ങനെ ചിറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത് വറുത്തിട്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മുറുക്ക് എടുത്തിട്ട് ഓയിലേക്ക് ഇടാം. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ടെടുക്കുക.
അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാവരും വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് നിങ്ങൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വരെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ആ മുറുക്കിന് ശരിക്കും ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറിയിട്ടായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയതാണ് ഞാൻ പറഞ്ഞെടുത്തത്. നല്ല എന്താ പറയുക, നല്ല കറുമുറാതിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുറുക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടിനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൗണ്ടിന് ഉണ്ടാകാനൊക്കെ പാടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചിറ്റിച്ച് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്, ഇതിൻ്റെ ലാസ്റ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. കാരണം ഈ മാവ് ഞാൻ ബാക്കി കുറച്ചുണ്ടായത് എല്ലാം കൂടിയിട്ട് സേവനാളിയിൽ അവിടെ നിറച്ചാണ്ട് വെച്ചു. അപ്പോൾ അത് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് രണ്ടാമത് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് സേവനാളിയിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചിറ്റിക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആ മാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്തു. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ മാവ് കുഴക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരു കുറച്ച് ഓയിൽ, ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറച്ച് ഓയിൽ കൂടിയിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുത്തോട്ടോ. അപ്പോൾ അത് ചിറ്റിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഈസി ആയിട്ടിരിക്കും. എനിക്ക് ആദ്യം ചിറ്റിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനമായി കഴിഞ്ഞപ്പോൾ കുറച്ച് തന്നെ ടൈറ്റായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നു. മുറുക്ക് നോക്കിക്കേ.